ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലെ പോലീസ് വിലക്കിനെതിരെ ഹൈക്കോടതി. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. പോലീസ് നടപടിക്ക് ആധാരമായ രേഖകൾ 27-ന് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. പാപ്പാഞ്ഞിയെ കത്തിക്കാൻ മറ്റു വകുപ്പുകളുടെ അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ഹർജിക്കാരോട് കോടതി ചോദിച്ചു. പരിപാടിയുടെ സംഘാടകരായ ഗാലാഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ്, നമുക്കൊപ്പം എത്തുന്നു. ശ്യാം ദേവരാജ്, എന്തുകൊണ്ട് 2 പാപ്പാഞ്ഞിയെ കത്തിച്ചുകൂടാ എന്നല്ലേ കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്? ഈ പോലീസ് വിലക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അവർ പറയുന്നത്? സുജയപ്രകൃതി ഇതിൽ ഏറ്റവും പ്രധാനം ഡിസംബർ 31 രാത്രി 12 മണിക്കാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. 40 അടിയിലധികം ഉയരമുള്ള പാപ്പാഞ്ഞിയാണ് ഇത്തവണ കത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാ നിർമ്മാണവും പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് കത്തിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഫോർട്ട് കൊച്ചി പോലീസ് ഒരു ഇതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. 40 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയെ കത്തിക്കാനാവില്ല, ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസിന്റെ നടപടി. ഇതിനെതിരെയാണ് ഈ പരിപാടിയുടെ സംഘാടകരായ ഗാലാഡി ഫോർട്ട് കൊച്ചി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനാണ് ഹൈക്കോടതി ജസ്റ്റിസ് എസ് ഈശ്വരൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അവധിക്കാല ബെഞ്ച് പോലീസിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരമൊരു നോട്ടീസ് നൽകിയത്, ഇത്തരമൊരു വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. പോലീസിന്റെ നടപടിക്ക് ആധാരമായ രേഖകൾ ഹാജരാക്കണമെന്ന നിർദ്ദേശവും കൂടി ഫോർട്ട് കൊച്ചി പോലീസിന് ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. 27-ന് ഹാജരാക്കാനാണ് പോലീസിന് നൽകിയ നിർദ്ദേശം. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ മറ്റു വകുപ്പുകളുടെ, പോലീസ് അല്ലാതെ മറ്റു വകുപ്പുകളുടെ അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഹർജിക്കാരോട് ഹൈക്കോടതി ആരാഞ്ഞു. ഉണ്ടെങ്കിൽ അതിന്റെ രേഖകൾ, അത്തരം അനുമതികളുടെ രേഖകൾ ഹാജരാക്കാൻ ഹർജിക്കാർക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. അവധിക്കാല ബെഞ്ച് ഈ ഹർജി ഈ മാസം 27-ന് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. പരിപാടിയുടെ സംഘാടകരായ ഗാലാഡി ഫോർട്ട് കൊച്ചിയാണ് പോലീസ് നടപടിക്കെതിരെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിലിപ്പോൾ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആണല്ലോ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ ഭാരവാഹികൾക്ക് നോട്ടീസ് നൽകിയത്. 24 മണിക്കൂറിനകം ഈ പാപ്പാഞ്ഞിയെ പൊളിച്ചുകൊണ്ടു പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിപ്പോൾ കോടതി കയറിയിരിക്കുകയാണ്. അപ്പോൾ 27-ാം തീയതി കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനമനുസരിച്ച് ഒന്നുകിൽ പൊളിക്കേണ്ടി വരും, അല്ല എങ്കിൽ 31-ന് പുതുവത്സരത്തിൽ 2 പാപ്പാഞ്ഞികളും കത്തിയമരുന്നത് നമുക്ക് കാണേണ്ടി വരും, അല്ലേ ശ്യാം? അങ്ങനെയാണ് ഇത്. അതായത് ഫോർട്ട് കൊച്ചി ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലുമാണ്, ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലുമാണ് 2 പാപ്പാഞ്ഞികളെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് പോലീസ് നിലപാടെടുക്കുകയും ചെയ്തത്. ഇതിൽ വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലാണ് പോലീസ് കർശനമായ നിലപാട്, അതായത് അങ്ങനെ കത്തിക്കാനാകില്ല എന്ന നിലപാടെടുക്കുന്നത്. ഇക്കാര്യത്തിൽ ചോദിക്കുന്നത്, ഹൈക്കോടതി ചോദിക്കുന്നത് ഇതിന്റെ പരമാവധി ഉയരം എത്രയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് ഹൈക്കോടതി ചോദിച്ചു. അതായത് 40 അടിയിൽ കൂടുതൽ ഉയരമുള്ള പാപ്പാഞ്ഞിയാണിത്. ഇത് കത്തിച്ചാൽ അത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, മാത്രമല്ല ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കം ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഫോർട്ട് കൊച്ചി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ ഇതിനെതിരെ ഹർജിക്കാർ പറയുന്നത് ഇത് അത്തരം ക്രമസമാധാന പ്രശ്നങ്ങളല്ല, ഇത് പരമ്പരാഗതമായി തന്നെ എല്ലാ ന്യൂ ഇയർ രാത്രിയിലും പുതുവത്സര രാത്രിയിലും ഫോർട്ട് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടി എന്ന കാര്യമാണ്, അങ്ങനെയാണ് എന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഒരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. അത്തരം സുരക്ഷാ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് തന്നെ അനുമതി നൽകണമെന്ന കാര്യമാണ് സുജയ് സൂചിപ്പിച്ചതാണ് ഏറ്റവും നിർണായകം. പോലീസിനെ സംബന്ധിച്ചും ഗാലാഡി ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചും 27-ാം തീയതി, അത് ക്രിസ്മസിന്റെ തൊട്ടടുത്ത ദിവസം കോടതി വീണ്ടും അവധിക്കാല ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുമ്പോൾ അത് നിർണായകമാണ്. അന്ന് ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അത് തീർച്ചയായും ഇനി 27-ാം തീയതി അറിയാം ഹൈക്കോടതിയുടെ തീരുമാനം എന്തെന്ന്. രേഖകൾ ഹാജരാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി.